ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാനിവിടെ കുറച്ച് കൂർക്ക, കുറച്ച് ചേമ്പ്. കണ്ടോ, ഇത് ചേമ്പ്, ഇത് കൂർക്ക. കണ്ടോ, ഈ സമയത്തൊക്കെ കിട്ടുന്നതാണ് ഇതെല്ലാം. അപ്പം നമുക്ക് ഇതൊന്ന് ഉപ്പേരി വെക്കുക, എന്ത് വേണം ചെയ്യാം. പക്ഷെ ഇതാദ്യം വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഇത് എല്ലാവർക്കും മടിയേക്കാറ് കൂർക്ക വൃത്തിയാക്കുക, ചേമ്പ് വൃത്തിയാക്കാനൊക്കെ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായി വാഷ് ചെയ്യുക. നിറയെ ഇത് മണ്ണുണ്ടാവും, നിറയെ മണ്ണുണ്ടാവും. അപ്പം മണ്ണൊക്കെ നന്നായി വാഷ് ചെയ്തെടുക്കുക. നന്നായി വാഷ് ചെയ്യണം. എന്നിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പത്തിന് തന്നെ ഇത് വേവുമല്ലോ. എന്നിട്ട് എടുത്തിട്ട് തോട് കളഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ നിങ്ങൾ. കണ്ടോ, അപ്പോൾ കൂർക്ക എല്ലാവരും വാങ്ങും, ചേമ്പും വാങ്ങും. ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ കണ്ടോ, ചേമ്പും കൂർക്കയും നന്നായി വാഷ് ചെയ്യണേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അടങ്ങ് വെച്ചു ഒന്ന് വന്നിട്ട് ചൂടാറിയിട്ട് നല്ലോണം തോലിങ് കൂടി. കണ്ടോ, കുക്കറിലിട്ട് വേവിച്ചിട്ട് എളുപ്പം വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ കൈമേൽ കറ വരൂല, ഒന്നും വരൂല. തോല് കളഞ്ഞിട്ട് ഇങ്ങെടുക്കുക നമുക്ക് എളുപ്പം. കണ്ടോ, കത്തിയും വേണ്ട, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തൊലിച്ചെടുക്കുക. ഇനി ചെറിയ പീസാക്കിയിട്ട് ഉപ്പേരി വെക്കുക, കറി വെക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ, എളുപ്പം പണി കഴിഞ്ഞിട്ടു. മറ്റേ ചേമ്പ് തോല് കളയാനൊക്കെ ഭയങ്കര പാടാണ്. ഞാനിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല എളുപ്പമായി. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ചെയ്യാം. കണ്ടോ, അത് ചേമ്പ്, ഇത് കൂർക്ക. കൂർക്കി ഇതേമാതിരി കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ. കണ്ടോ, കുക്കറിൽ അധികം സമയം ഇടുമൊന്നും വേണ്ട, അല്ലെങ്കിൽ ചെമ്പിലിട്ടാലും മതി. അപ്പം നമുക്കിങ്ങനെ നോക്കാം വെന്തോ എന്നുള്ളത്. കണ്ടോ, കുക്കറിലാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല, വേവ് കൂടിപ്പോവും. അപ്പം മുഴുവനും അടിഞ്ഞു പോവും. ഇതാകുമ്പോൾ എളുപ്പം, ചെമ്പാകുമ്പോൾ എളുപ്പം എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ, പണിക്കാരെ ഒന്നും ആവശ്യമില്ല. ഇത് മുഴുവൻ ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ഇതേപോലെ നല്ല വൃത്തിയിൽ കിട്ടും നമുക്ക്. അത് ചേമ്പ്, ഇത് കൂർക്ക. ഇതിനെ ചെറുതാക്കി അരിഞ്ഞാൽ മതി. എന്നിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെന്തതല്ലേ, കടുകും മുളകും മാത്രം, കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും കുത്തിയിട്ടിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതാണ്, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞാൽ മതി. പിന്നെ ചേമ്പ് കറിയും വെക്കും കേട്ടോ, തേങ്ങ ഒക്കെ അരച്ചിട്ട്. ചെറുതാക്കി അരിയുക, എന്നിട്ട് ഉപ്പേരി വെക്കുക. വെറുതെ തന്നെ കഴിക്കാം. ചെറുതാക്കി മുട്ടയും ചേമ്പ് ഉപ്പേരി വെച്ചെടുത്താലോ. ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി കുറച്ച് തോടോടെ കുത്തിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉപ്പേരിക്ക്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലക്സ്, ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഉള്ളി മൂട്ടേണ്ട ശേഷം നമുക്ക് മുക്കി വെച്ച കൂർക്കയും ചേമ്പും കൂടി. വേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചേമ്പും കൂട്ടി വേണം. ഉപ്പിട്ട് വേപ്പിച്ചാണ്, ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ചോറിനൊക്കെയാണ് നല്ല കഞ്ഞി വെച്ചിട്ട് ഇതും കൂട്ടി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യും വേണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ.